സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും കേരളത്തോടത്ര പഥ്യമില്ലെങ്കിലും കേരളത്തിലെ ജനകീയ സർക്കാർ നടപ്പാക്കുന്ന വികസന മാതൃക അടിച്ചു മാറ്റാൻ മടിയൊന്നുമില്ല. കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ രാജ്യത്തെ ആദ്യ ജലമെട്രോ കഴിഞ്ഞ ഏപ്രിലിൽ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്ന് കണ്ടു മോഹിച്ചു പോയതാ. ഇപ്പോൾ കൊച്ചി ജലമെട്രോ അതോറിറ്റിക്കായി കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച 2 വൈദ്യുതി ബോട്ടുകൾ അയോധ്യയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലേക്കും കടത്തിയിരിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സരയൂ നദിയിലൂടെ ഈ ബോട്ട് ഉപയോഗിച്ച് സർവീസ് തുടങ്ങാനാണ് പദ്ധതി. മാർച്ചോടെ കൊച്ചി ജലമെട്രോയ്ക്ക് 11 ബോട്ട് നൽകുവാനുള്ള കരാറിൻ്റെ ഭാഗമായി നിർമ്മിച്ച ബോട്ടുകളാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ഇടപെടലിലൂടെ ഉത്തർപ്രദേശിലേക്ക് കടത്തിയത്. ബോട്ടുകൾ ഡിസംബർ പകുതിയോടെ തന്നെ കൊണ്ടുപോയെങ്കിലും ഇടപാട് കപ്പൽശാല പരസ്യമാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംഭവം പുറത്തു വന്നതുമില്ല. എന്നാൽ ബോട്ടുകൾ അയോധ്യയിൽ എത്തുന്നതിൻ്റെ വാർത്ത യുപിയിലെ മാധ്യമങ്ങൾ വല്ലാതങ്ങ് ആഘോഷിച്ചു. രാജ്യത്തെ 2ാമത്തെ ജലമെട്രോ അയോധ്യയിൽ എന്ന മട്ടിലായിരുന്നു വാർത്ത വന്നത്. കൊച്ചിയിൽ നിന്ന് ബാർജിൽ കൊണ്ടുപോയ ബോട്ടുകൾ കൊൽക്കത്ത ഹുഗ്ലിയിലെ കപ്പൽശാലയിൽ എത്തിച്ച് ജലമാർഗം അയോധ്യയിലേക്കും വാരണാസിയിലേക്കും കൊണ്ടുപോകുന്നത്. 14-ന് അവിടെ എത്തുന്ന ബോട്ട് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 22-ന് സർവീസ് ആരംഭിക്കും. 50 സീറ്റുകളുള്ള 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകളാണിത്. ജലമെട്രോ അതോറിറ്റി കപ്പൽശാലയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കഴിഞ്ഞ ഒക്ടോബറിൽ 23 ബോട്ടുകൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കൈമാറേണ്ടതായിരുന്നു. അനുബന്ധ കരാറുകളിൽ തടസ്സമുണ്ടായതിനാൽ ഇത് പാലിക്കാനായില്ല. തുടർന്ന് മാർച്ച് വരെ കാലാവധി നീട്ടി. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ജനുവരി മുതൽ ബോട്ടുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കപ്പൽശാല. 3 മാസത്തിനുള്ളിൽ 11 ബോട്ടുകൾ കൂടി എത്തുമ്പോൾ കൂടുതൽ സർവീസ് ആരംഭിക്കാൻ ജലമെട്രോ അതോറിറ്റിയും തയ്യാറെടുത്തു. സൗത്ത് ചിറ്റൂരിലേക്കുള്ള സർവീസ് ജനുവരിയിൽ തുടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഏലൂർ, ചേരാനെല്ലൂർ, ഫോർട്ട് കൊച്ചി ടെർമിനലുകളിലേക്കും മാർച്ചോടെ സർവീസ് ആലോചിച്ചിരുന്നു. ഇതിനിടെയാണ് ബോട്ടുകൾ യുപിയിലേക്ക് കടത്തിയത്. കൊച്ചി കപ്പൽശാലയുടെ കൊൽക്കത്ത ഹുഗ്ലിയിലെ ഉപകമ്പനിയിൽ ലഭിച്ച കരാർ പ്രകാരം നിർമ്മിച്ച ബോട്ടുകളാണ് കൊണ്ടുപോയതെന്നാണ് കപ്പൽശാല അധികൃതരുടെ വിശദീകരണം. എന്തായാലും മിത്രങ്ങൾ കേരളത്തിലിരുന്ന് യുപിയെ കണ്ടുപഠിക്കൂ എന്ന് തള്ളിമറിക്കുമ്പോൾ കേരളത്തിൻ്റെ പദ്ധതിയും ബോട്ടും കൊണ്ടുപോയി കോപ്പിയടിക്കുകയാണ് യുപി എന്ന രീതിയിലുള്ള ട്രോളുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്.